ബിഗ് ബോസ് മലയാളം സീസൺ 7 9ാമത്തെ ആഴ്ചയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഓരോ കണ്ടസ്റ്റൻസും കാഴ്ചവെക്കുമ്പോൾ ചില കണ്ടസ്റ്റൻസ് ഡേഞ്ചർ പൊസിഷനിലുമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഹോട്ട്സ്റ്റാർക്ക് തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ ഈ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1ാം പൊസിഷനിൽ ആർക്കും വിട്ടുകൊടുക്കില്ല. വോട്ടിംഗ് തുടക്കത്തിൽ പോലും വിട്ടുകൊടുക്കാതെ അനിമോൾ 1ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം അനിമോൾ ഈ മണിക്കൂറുകൾ കാഴ്ചവെക്കുന്നുണ്ട്. വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ 25,122 വോട്ടിൻ്റെ അധിക ഭൂരിപക്ഷത്തിലാണ് അനിമോൾ 1ാം സ്ഥാനത്ത് തുടരുന്നത്. തൊട്ടുപിറകെ 2ാം സ്ഥാനം ടോപ്പ് 5-ലെത്തും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടുള്ള വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ അനിമോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടുപിറകെ 2ാം സ്ഥാനത്ത് നോറയാണ്. അനിമോളുടെ കട്ടയ്ക്കാണ് നോറയും വന്നിരിക്കുന്നത്. നോറയും ടോപ്പ് 5-ലെത്തുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അത്രയും വോട്ടിൻ്റെ ഭൂരിപക്ഷം നോറയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 19,800 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നോറയ്ക്കുള്ളത്. നല്ല വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറിൽ കാഴ്ചവെക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റോടെയാണ് നോറ. തൊട്ടുപിറകെ 3ാം സ്ഥാനത്ത് ലക്ഷ്മിയാണ്. വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. വോട്ടിംഗ് തുടക്കത്തിൽ പോലും 3ാം സ്ഥാനത്ത് തന്നെ, ഇപ്പോഴും 3ാം സ്ഥാനത്ത് തന്നെ. എൻ്റെ സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് ലക്ഷ്മി 18,100 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 3ാം സ്ഥാനത്ത് തുടരുന്നു. 4ാം പൊസിഷനിൽ ഗ്രിസേലാണ് തുടരുന്നത്. ഗ്രിസേലിൻ്റെ വോട്ടിൻ്റെ കാര്യത്തിൽ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഗ്രിസേൽ കാഴ്ചവെക്കുന്നുണ്ട് ഈ മണിക്കൂറിൽ. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറിൽ കാഴ്ചവെക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഗ്രിസേൽ. പക്ഷേ ചില സമയങ്ങളിൽ വോട്ട് താനേ പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഗ്രിസേലിന് കിട്ടിയിരിക്കുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ 15,008 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഗ്രിസേലിന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ ഈ മണിക്കൂറിൽ കാഴ്ചവെക്കുന്നില്ല. നേരത്തെ മണിക്കൂറിൽ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെച്ചെങ്കിൽ ഈ മണിക്കൂർ നല്ലൊരു വോട്ടിംഗ് കാഴ്ചവെക്കുന്നില്ല. വോട്ടിംഗ് നല്ലൊരു ഇടിയുന്നുണ്ട് ഇപ്പോൾ ഗ്രിസേലിന്. തൊട്ടുപിറകെ 5ാം സ്ഥാനത്ത് ആദിലയാണ്. അട്ടിമറി മുന്നേറ്റമാണ് ആദില ഈ മണിക്കൂറിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. 14,506 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 5ാം സ്ഥാനത്താണ് ആദില. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറിൽ കാഴ്ചവെക്കുന്നുണ്ട് ഈ കണ്ടസ്റ്റൻ്റ്. അട്ടിമറി മുന്നേറ്റമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. തൊട്ടുപിറകെ 6ാം സ്ഥാനത്ത് നേരത്തെ 7ാം പൊസിഷനിൽ നിന്ന് ആദിലയാണ് ഇപ്പോൾ 5ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറിൽ കാഴ്ചവെക്കുന്നുണ്ട് ആദില. 6ാം പൊസിഷനിൽ നെവിനാണ്. 13,780 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നെവിൻ 6ാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത്. നേരത്തെ 6ാം സ്ഥാനത്തായിരുന്നു, ഇപ്പോഴും 6ാം സ്ഥാനത്താണ്. 6ാം സ്ഥാനത്ത് നെവിനൊരു മാറ്റമില്ല. പക്ഷേ ഈ മണിക്കൂറിൽ നെവിന് നല്ലൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചു വരുന്നുണ്ട്. നല്ലൊരു വോട്ടിംഗ് കുറവും ഈ മണിക്കൂറിൽ കാഴ്ചവെക്കുന്നുണ്ട് ഈ കണ്ടസ്റ്റൻറ്റ്. നല്ലൊരു കണ്ടന്റ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെച്ചില്ലെങ്കിൽ ഈ ആഴ്ച ഔട്ട് ആവാനുള്ള ചാൻസും നെവിന് കണ്ടുവരുന്നുണ്ട്. എന്തായാലും തൊട്ടുപിറകെ 7ാം സ്ഥാനത്ത് സാബുമാനാണ്. 13,100 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 7ാം സ്ഥാനത്താണ് സാബുമാൻ. നല്ലൊരു ഡേഞ്ചർ പൊസിഷനിലാണെങ്കിലും വോട്ട് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് കൂടെയാണ് സാബുമാൻ. പക്ഷേ ഇപ്പോൾ ഡേഞ്ചർ പൊസിഷനിലാണ്. 7ാം സ്ഥാനത്താണ് സാബുമാൻ. തൊട്ടുപിറകെ 8ാം സ്ഥാനത്ത് ഒണിയൽ സാബുവാണ്. 12,998 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 8ാം സ്ഥാനത്താണ് ഒണിയൽ സാബു. പക്ഷേ ഒണിയൽ സാബുവിന് കയറി വരാം. കുറച്ചുകൂടെ വോട്ടുകൾ കിട്ടിയാൽ നമ്മുടെ സാബുമാനെ വെട്ടിച്ച് 7ാം സ്ഥാനത്തേക്ക് വരാം. പക്ഷേ ഈ 7ാം സ്ഥാനത്ത് വന്നാലും 8ാം സ്ഥാനത്ത് വന്നാലും ഡേഞ്ചർ പൊസിഷനിലാണ്. രണ്ടുപേരും ഡേഞ്ചർ പൊസിഷനിലാണ്. ഇനി നല്ലൊരു കണ്ടന്റ് രണ്ടുപേരും കാഴ്ചവെച്ചാൽ ചിലപ്പോൾ വോട്ടിൻ്റെ കാര്യം മുന്നേറി വരാം. ഇവർക്ക് രണ്ടുപേർക്കും അല്ലെങ്കിലും വോട്ടിൻ്റെ കാര്യത്തിൽ വലിയ ഇടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മണിക്കൂറുകളിൽ നല്ലൊരു വോട്ടിംഗ് ഇടുവാണ് ഒണിയൽ സാബുവിന് കണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ബിഗ് ബോസ് വോട്ടിംഗ് വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ ഈ ചാനൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു.